ബനു ഇസ്രായേലിന് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ ആദ്യം പറയുന്നത് ഫിർഔനിൽ നിന്നും അവരെ മോചിപ്പിച്ചതാണ്. ഈജിപ്തിൽ അവർ അനുഭവിച്ച അടിമത്വത്തിൽ നിന്നും അള്ളാഹു അവരെ മോചിപ്പിച്ചതാണ്. അവരുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് അവർ കാണുന്ന ഒരു സംഭവവും അത് തന്നെയാണ്. ഈജിപ്തിൽ എങ്ങനെയാണ് ബനു ഇസ്രായേൽ എത്തിയത്? പരിശുദ്ധ ഖുർആൻ അതിൻ്റെ രസകരമായ കഥ പറയുന്നുണ്ട്. ബൈബിളിലും നമുക്കത് കാണാം. യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ 12 മക്കൾ, അവരെയാണല്ലോ നാം ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. അവരിൽപ്പെട്ടവനാണ് മഹാനായ യൂസുഫ് അലൈഹിസ്സലാം. അദ്ദേഹത്തെ സഹോദരങ്ങൾ ഒരു കിണറ്റിൽ ഉപേക്ഷിക്കുകയും ഒരു യാത്രാസംഘം അദ്ദേഹത്തെ എടുത്തുകൊണ്ടുപോയി ഈജിപ്തിൽ വിൽക്കുകയും അദ്ദേഹത്തെ ഒരു അസീസ്, അവിടുത്തെ ഒരു പ്രഭു അദ്ദേഹത്തെ വാങ്ങി. പിന്നീട് അദ്ദേഹം ജയിലിലെത്തുന്നതും ജയിൽ മോചിതനായിട്ട് രാജാവിൻ്റെ വളരെ അടുപ്പമുള്ള മക്കീനുൻ അമീൻ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. കാല ഇന്നക്കൽ യൗമ ലദൈന മക്കീനുൻ അമീൻ. രാജാവ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, നീ എൻ്റെ അടുക്കൽ വിശ്വസ്തനായ ഒരു സ്ഥിരമായിട്ട് എൻ്റെ അടുത്ത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു വിശ്വസ്തനാണ് എന്നാണ്. അങ്ങനെ രാജാവ് അൽ മലിക്ക്, അന്ന് അവിടെ ഫറോവമാരുടെ ഭരണമല്ല. ഈജിപ്ത് അന്ന് ഭരിച്ചിരുന്നത് മോഡേൺ ഈജിപ്റ്റോളജി അനുസരിച്ചിട്ടും ഫറോവമാരല്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ ഫിർഔൻ എന്ന പദം ഉപയോഗിക്കുന്നില്ല. ഖുർആൻ മലിക്ക് എന്ന പദം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. എന്നാൽ ഫറോവമാരുടെ ഭരണം ഉണ്ടായിരുന്ന കാലത്ത്, മൂസാ നബിയുടെ കാലത്ത് ഈജിപ്തിൻ്റെ രാജാവിനെക്കുറിച്ച് പറയുമ്പോൾ ഫിർഔൻ എന്ന് തന്നെയാണ് ഖുർആൻ ഉപയോഗിക്കുന്നത്. ഖുർആൻ പറയുന്നത് സൂറ യൂസുഫിൽ കാണാം, കാലൽ മലിക് തൂനി ബിഹി അസ്തഖ്ലിസൂലി നഫ്സി. അദ്ദേഹത്തെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാ യൂസുഫിനെ, ഞാൻ അദ്ദേഹത്തെ എൻ്റെ സ്വന്തക്കാരനാക്കി സ്പെഷ്യലായിട്ട് സെലക്ട് ചെയ്യാണ്. ഫലമ്മ കല്ലമവു, അങ്ങനെ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ, യൂസുഫ് അലൈഹി സ്വലാമിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഇന്നക്കല്യോ മലദൈന മക്കീനുൻ അമീൻ. നീ എൻ്റെ അടുത്ത് ഇനി സ്പെഷ്യലായി, എൻ്റെ അടുത്ത് വിശ്വസ്തനായ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പെർമനൻ്റ് വിശ്വസ്തനാണ്. അപ്പോഴാണ് യൂസുഫ് അലൈഹി സ്വലാം അദ്ദേഹത്തോട്, എന്നെ ഇജ്അൽനി അല ഖസായിനിൽ അർള്, ഭൂമിയുടെ നാട്ടിൻ്റെ ട്രഷറിയുടെ ഉത്തരവാദിത്തം എനിക്ക് ഏൽപ്പിക്കാൻ പറഞ്ഞുകൊണ്ട്, ഇന്നി ഹഫീലുൻ അലീം, ഞാൻ അതിൻ്റെ ഒരു സംരക്ഷകനാകും, ഹഫീലാകും, അലീം, അറിവുള്ള കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യുന്ന ഒരു പ്രൊട്ടക്ടറായിട്ട് ട്രഷറിയുടെ മാറാം, അല്ലെങ്കിൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാം അങ്ങോട്ട് ആവശ്യപ്പെടുന്നത്. വക്കദാലിക മക്കന്നാലി യൂസുഫ ഫിൽ അർള്, അങ്ങനെ യൂസുഫിന് അള്ളാഹു ആധിപത്യം നൽകി ഭൂമിയിൽ. അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നു, നുസീബു ബി റഹ്മത്തിന മൻ നശാ, നാം ഉദ്ദേശിക്കുന്നവർക്ക് എൻ്റെ റഹ്മത്തിനെ നാം അനുഭവിപ്പിക്കുന്നു. വലാ നുളിഉ അജ്റൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളുടെ അജ്റിനെ നാം പാഴാക്കുന്നില്ല. യൂസുഫ് അലൈഹി സ്വലാം വളരെ മുഹ്സിനായ ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാം ഈജിപ്തിൽ വലിയ സ്ഥാനമാനങ്ങൾ കിട്ടുകയും ഭൂമിയിലെ നാട്ടിൻ്റെ ട്രഷറിയിൽ ബൈത്തുൽ മാലിൻ്റെയൊക്കെ ഉത്തരവാദിത്തമുള്ള ആളാകുകയും അവിടുത്തെ കൃഷിയുടെയും മറ്റും ഉത്തരവാദിത്തമുള്ള അവിടുത്തെ ഒരു മിനിസ്റ്ററാവുകയും അവിടുത്തെ ഒരു മന്ത്രിയാവുകയും ചെയ്തു. അങ്ങനെ കുറേ കാലം യൂസുഫ് അലൈഹി സ്വലാം ഈജിപ്തിലുണ്ടായി. പിന്നീട് യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ സഹോദരങ്ങളും യാക്കൂബ് അലൈഹി സ്വലാമും ഈജിപ്തിലേക്ക് വന്നു. അവർ ഈജിപ്തിൽ പാർത്തു. കുറേ കാലം കഴിഞ്ഞ് നമുക്ക് ബൈബിളിൽ ഒന്നാമത്തെ പുസ്തകം, തോറയിലെ ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ കാണാം, യോസേഫും അവൻ്റെ പിതൃഭവനവും മിസ്രയീമിൽ പാർത്തു. യോസേഫ് 110 സംവത്സരം ജീവിച്ചിരുന്നു. എഫ്രൈമിൻ്റെ 3-ാം തലമുറയിലെ മക്കളെയും കണ്ടു. അങ്ങനെ കുറേ നാൾ ജീവിച്ച് അദ്ദേഹം മരിച്ചു. അദ്ദേഹം ആ മരിക്കുന്ന സമയത്ത് തൻ്റെ സഹോദരങ്ങളോട് പറയുന്നത്, തോറയിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് തോറയിലെ ഒന്നാമത്തെ പുസ്തകത്തിൽ അവസാന ഭാഗത്ത് യൂസുഫ് അലൈഹി സ്വലാം പറയുന്നതായിട്ട് ഉദ്ധരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറ യൂസുഫിൻ്റെ അവസാനത്തിൽ യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഉദ്ധരിക്കുന്നത്. റബ്ബി, എൻ്റെ റബ്ബേ, ഖദ് ആതൈതനീ മിനൽ മുൽക്ക്, നീ എനിക്ക് ആധിപത്യം തന്നു, വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ്, എനിക്ക് വ്യാഖ്യാനങ്ങൾ നീ പഠിപ്പിച്ചു തന്നു, കാര്യങ്ങളുടെ എൻഡ് റിസൾട്ട് എങ്ങനെയാണ് അത് വ്യാഖ്യാനിക്കാനുള്ള കഴിവ് നീ തന്നു. ഫാത്തിറ സമാവാത്തി വല്ലർള്, ആകാശഭൂമിയെ സംവിധാനിച്ചവനെ, അന്ത വലിയ നീയാണ് എൻ്റെ പ്രൊട്ടക്ടർ,
ഫിദ്ദുന്യ വല്ലാഹിറ, ദുനിയാവിലും ആഖിറത്തിലും നീയാണ് എൻ്റെ വലിയ. തവഫനി മുസ്ലിമൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ. വൽഹിഖ്നി ബിസ്വാലിഹീൻ, എന്നെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂസുഫ് അലൈഹി വസ്സലാമിൻ്റെ അവസാനം സൂറ യൂസുഫിൽ അള്ളാഹു പറയുന്നത്. എന്നിട്ട് പറയുന്നു ദാലിക മിൻ അംബാഇൽ ഗൈബി നൂഹിഹി ഇലൈക്, അത് ഗൈബിൽപ്പെട്ട വാർത്തയാണ്, നാം നിനക്ക് അവതരിപ്പിച്ചു തന്ന വാർത്തയാണ്. പിന്നീട് യൂസുഫ് അലൈഹി സ്വലാമിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ അവസാനത്തിൽ യൂസുഫ് അലൈഹി സ്വലാം മരിക്കുമ്പോൾ സഹോദരങ്ങളോട് ഇങ്ങനെ പറയുകയും പിന്നീട് പുറപ്പാട് പുസ്തകം തുടങ്ങുമ്പോൾ തോറയിൽ പറയുന്നത് യോസേഫും സഹോദരന്മാരെല്ലാവരും ആ തലമുറയൊക്കെയും മരിച്ചു. ഇസ്രയേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ച് പെരുകി ബലപ്പെട്ടു. ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. അനന്തരം യോസേഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രയീമിൽ ഉണ്ടായി. അങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകം അങ്ങനെയാണ് പുറപ്പാട് പുസ്തകം പറയുന്നത്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന രാജാക്കൾ തീർന്നു, പുതിയ രാജാക്കൾ വന്നു. അങ്ങനെയാണ് ഫറോവമാരുടെ ഭരണം വരുന്നത്. അവർ കിബിത്തികളാണ്, അവർ കോപ്റ്റിക് വംശജരാണ്. അവരുടെ ഭരണത്തിൽ അവർ ബനു ഇസ്രായേലിലെ ആളുകളെ അത്യന്തം പീഡിപ്പിച്ചു, അവരെ അടിമകളാക്കി. അതിനെക്കുറിച്ച് ബൈബിളിൽ ഒരുപാട് പറയുന്നുണ്ട്. ഖുർആനിലും അവരനുഭവിച്ച അടിമത്തത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടത്, അവർ മോചിതരായത് മൂസ അലൈഹി സ്വലാമിൻ്റെ കാലത്താണ്. ബനു ഇസ്രായേലിൽ ജനിച്ച കുട്ടിയാണ്, അവരുടെ കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണ് മൂസ. ഫിറഔൻ എന്താണ് ചെയ്തത്? അതാണ് ആദ്യം അവർക്ക് ചെയ്ത ഫളീലത്ത്, അവർക്ക് ചെയ്ത അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ എണ്ണുമ്പോൾ ഒന്നാമത് പറയുന്നു വൈദ് നജ്ജൈനാക്കും മിൻ ആലി ഫിറഔന, 49-ാമത്തെ ആയത്ത് ബഖറ. വൈദ് നജ്ജൈനാക്കും മിൻ ആലി ഫിറഔന, നിങ്ങളെ നാം ഫിറഔനിൻ്റെ ആൾക്കാരിൽ നിന്നും രക്ഷിച്ച കാര്യം നിങ്ങൾ ഓർക്കുക. യസൂമൂനക്കും സു അൽ അദാബി, നിങ്ങളവൻ അങ്ങേ അറ്റത്തെ വളരെ മോശമായ അദാബ് അനുഭവിപ്പിച്ചിരുന്നു. അതെന്താണ്? യുദബ്യഹൂന അബിനാഅക്കും, നിങ്ങളുടെ കുട്ടികളെ അറുത്തു കളഞ്ഞിരുന്നു, ആൺകുട്ടികളെ. വയസ്തഹിയൂന നിസാഅക്കും, പെൺകുട്ടികളെ എന്നല്ല പറഞ്ഞ സ്ത്രീകളെ. യസ്തഹിയൂന എന്ന് പറഞ്ഞാൽ ജീവൻ ആവശ്യപ്പെടുക എന്നാണ്. അവരെ ജീവിക്കാൻ ആവശ്യപ്പെടുക, അല്ലെങ്കിൽ ജീവിക്കാൻ അനുവദിക്കുക. ലിറ്ററലി ജീവിക്കാൻ ആവശ്യപ്പെടലാണ്, ജീവിതം ആവശ്യപ്പെടലാണ്. നിങ്ങളുടെ സ്ത്രീകളുടെ ജീവിതം ആവശ്യപ്പെട്ടുകൊണ്ട്, അഥവാ അവരെ ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട്. എന്തിനു വേണ്ടിയാണ് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു, അവരെ അടിമകളാക്കി പിടിക്കാനും അവരെ ലൈംഗികമായിട്ടും മറ്റും പീഡിപ്പിക്കാനും. അങ്ങനെ ആൺകുട്ടികളൊക്കെ കൊന്നുകളയുകയും സ്ത്രീകളെ പിടിച്ചു കൊണ്ടുപോവുകയും സ്ത്രീകളെ വെപ്പാട്ടികളാക്കുകയും അടിമകളാക്കുകയും ഒക്കെ ചെയ്ത് അവരുടെ അഭിമാനം കവരാനും ഒക്കെ, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അവൻ നിങ്ങൾക്ക് അങ്ങേ അറ്റത്തെ ശിക്ഷ അനുഭവിപ്പിച്ചു. അതിൽ നിന്നും എന്നിട്ട് അള്ളാഹു പറയുന്നു അഫീ ദാലിക്കും ബലാ മിർ റബ്ബിക്കും, അതിൽ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഒരു ബലാ ഉണ്ട്, ഒരു പരീക്ഷണമുണ്ട്. മിർ റബ്ബിക്കും അല്ലെങ്കിൽ ഒരു വലിയ പരീക്ഷണമുണ്ട്. ബലാ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉപയോഗിക്കുന്നൊരു പദമാണ്. ഫിത്നക്ക് സമാനമായ അർത്ഥത്തിൽ നെഗറ്റീവായിട്ട് ഉപയോഗിക്കും, പരീക്ഷണം എന്നുള്ള അർത്ഥത്തിൽ. പരീക്ഷ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. വിജയിച്ചാൽ നല്ല റിസൾട്ടും പരാജയപ്പെട്ടാൽ പതനവും ഉണ്ടാകുന്ന രീതിയിലുള്ള പരീക്ഷ. നമുക്കെന്നെ അറിയാം, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത ലിയബുലുവക്കും അയ്യുക്കും അഹ്സനു അമല, അവനാണ് മരണത്തെ ഉണ്ടാക്കിയത്, ജീവിതത്തെ ഉണ്ടാക്കിയത്, ലിയബുലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ. അതുപോലെ നമുക്ക് സൂറ മായിദയിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനു ലയബുലുവന്നക്കും, നിങ്ങളെ പരീക്ഷിക്കും അല്ലാഹു ബിശയ്യിൻ മിന സ്വൈദി തനാലു ഐദീക്കും വരിമാഹുക്കും, നിങ്ങളുടെ കുന്തവും കയ്യിൻ്റെ ഒക്കെ വക്കത്ത്, കയ്യും കുന്തൊക്കെ എത്തുന്നടുത്ത് വേട്ടമൃഗങ്ങൾ വരും. നിങ്ങൾ ഇഹ്റാമിലായിരിക്കെ, ഇഹ്റാമിൽ പ്രവേശിച്ചാൽ വേട്ടയാടാൻ പാടില്ല, പക്ഷേ നിങ്ങളുടെ കയ്യിൻ്റെ അടുത്ത് വരും. അതൊരു പരീക്ഷണമാണ്. അപ്പം നിങ്ങളെ കൈകൊണ്ട് പിടിക്കാം, പക്ഷേ നിങ്ങൾ പിടിക്കാൻ പാടില്ല. ലിയഅലം അല്ലാഹു മൻ യഖാഫു, ആരാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നത് എന്ന് അറിയാനാണ് അങ്ങനെ പരീക്ഷിക്കുന്നത്. ബിൽ ഗൈബ്, ഗൈബിലായിക്കൊണ്ട് ആരാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നത് എന്നറിയാനാണ്. ഒറ്റക്ക് ഏകാന്തതയിലും ഭയപ്പെടുന്നത് ആരാണ് എന്നറിയാൻ വേണ്ടി പരീക്ഷിക്കുകയാണ്. അപ്പം പരീക്ഷണത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്.
പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുമാണ്. അപ്പം അങ്ങനെ ഒരു വലിയ മഹത്തായ പരീക്ഷണം അതിലുണ്ടായിരുന്നു. വഫീ ദാലിക്കും ബലാവും മിർ റബ്ബിക്കും അലീം. എന്നിട്ട് നിങ്ങളെ അവൻ രക്ഷിച്ചു. വൈദ് ഫറഖ്ന ബിക്കുമുൽ ബഹറ, നിങ്ങളുമായിട്ട് കടലിനെ അവൻ പിളർത്തി, കടൽ പിളർന്ന് നിങ്ങളെ കൊണ്ടുപോയി. ഫഅൻജൈനാക്കും, നിങ്ങളെ നാം രക്ഷിച്ചു. എന്നിട്ടോ വഗറഖ്ന ആല ഫിർഔന, ഫിർഔനിൻ്റെ ആൾക്കാരെ നാം മുക്കിക്കൊന്നു. വന്തും തന്തുറു, നിങ്ങൾ നോക്കി നിൽക്കെ. മൂസ അലൈഹിസ്സലാം വരികയും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകുകയും ബനു ഇസ്രായേലിൽ മൂസ അലൈഹിസ്സലാമിൻ്റെ ദീർഘമായ കഥകൾ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് മൂസയുടെ സംഭവങ്ങളാണ്. മൂസ അലൈഹിസ്സലാം ഫിർഔൻ്റെ അടുത്ത് പോവുകയും ഫിർഔൻ്റെ അടുത്ത് ദഅവത്ത് നടത്തുകയും ഫിർഔനോട് പല കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ഫിർഔനുണ്ടാകുന്ന ഓരോ ശിക്ഷകളും, അനന്തരം അവസാനം ബനു ഇസ്രായേലിനെയും കൂട്ടി മൂസ കടൽ കടന്ന് സീ ഓഫ് റീഡ്സ് എന്നാണ് പറയുന്നത്, ഒരു ചെറിയ കടലിടുക്കാണ് സീ ഓഫ് റീഡ്സ്. അത് കടന്ന് മൂസ അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്നും ബനു ഇസ്രായേലെ രക്ഷപ്പെടുത്തി. ആ സമയത്ത് ഫിർഔനും അവൻ്റെ ആൾക്കാരും പിന്നാലെ വരികയും അവരാ കടലിടുക്കിൽ മുങ്ങുകയും ചെയ്തു. നിങ്ങൾ നോക്കി നിൽക്കെ, വാന്തും തന്തുർ, നിങ്ങൾ ആശ്ചര്യത്തോടെ അത് നോക്കി നിൽക്കെ. അതിനുശേഷം വൈദ് വാഅദ്ന മൂസ അർബഈന ലൈല, മൂസാക്ക് 40 നാൾ നാം വാഗ്ദാനം ചെയ്തു. സ്പെഷ്യലായിട്ട് 40 നാൾ മൂസാക്ക്. ആ 40 നാൾ കൊണ്ട് മൂസാക്ക് ചില അധ്യാപനങ്ങൾ നൽകും. ആ സമയത്ത് നിങ്ങളെന്താണ് ചെയ്തത്? ഇത്തഖൽതുമുൽ ഇജ്ല മിൻ ബഅദിഹി, അദ്ദേഹം പോയപ്പോൾ നിങ്ങളൊരു ഇജ്ലിനെ, കാളക്കുട്ടിയെ സ്വീകരിച്ചു, ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. വാന്തും ളാലിമൂൻ, നിങ്ങൾ അക്രമികളായിക്കൊണ്ട്, അക്രമം ചെയ്യുന്നവരായിക്കൊണ്ട് നിങ്ങളൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കിയത് ബൈബിൾ പ്രകാരം ഹാറൂനാണ്. പക്ഷേ ഖുർആൻ അതിനെ നിഷേധിക്കുന്നു. ഖുർആൻ പറയുന്നു അതുണ്ടാക്കിയത് സാമിരിയാണ്. ബൈബിളിൽ കാണാം, എന്നാൽ മോശെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോൻ്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കിത്തരിക. ഞങ്ങൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ബൈബിൾ പറയുന്നത്? ഹാറൂനോട് പറഞ്ഞു. അപ്പോൾ ഹാറൂൻ അവരോട് പറയുന്നത്, ബൈബിൾ പറയുന്നു, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുണുക്കു പറിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്കു പറിച്ച് അഹരോൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അങ്ങനെ ബൈബിൾ പറയുന്ന ഹാറൂനാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഖുർആനിൽ പറയുന്നുണ്ട്, ഖാല ഫഇന്നാ ഖദ് ഫതന്ന ഖൗമക മിൻ ബഅദിക വഅളല്ലഹും അസ്സാമിരി. മൂസയോട് അള്ളാഹു പറയുന്നു, നീ പോന്നപ്പോൾ നിൻ്റെ ജനത്തെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. വഅളല്ലഹും അസ്സാമിരിയു, അവരെ സാമിരി വഴിതെറ്റിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഈ സാമിരിയെക്കുറിച്ച്, ഈ സാമിരി എന്ന പ്രയോഗം അതൊരു അഡ്ജക്റ്റീവാണ്, ഒരു സിഫത്താണ് എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. ഏതോ ഒരു ട്രൈബിലേക്ക് ചേർത്തിയിട്ടാണ്. അത് സമാരിത്തൻസിൽപ്പെട്ട ആളാകാം എന്നതാണ് ഒരഭിപ്രായം. മുഹമ്മദ് അസദക്ക് അങ്ങനെ പറയുന്നു. സമാരിത്തൻസിൽപ്പെട്ട, ഇന്നും ഇസ്രായേലിൽ നിൽക്കുന്ന ഒരു ടീമാണവർ. പൂർണ്ണമായിട്ട് ജ്യൂസായിട്ട് അവർ അംഗീകരിച്ചിട്ടില്ല, അവർക്കും കൺവേർഷനൊക്കെ ആവശ്യമുണ്ട്. അങ്ങനെ സമാരിത്തൻസിൽപ്പെട്ട ഒരാളാണ് എന്ന അഭിപ്രായമുണ്ട്. സാമിറ എന്ന ഗോത്രത്തിൽപ്പെട്ട ആളാണ് എന്ന മുഫസ്സിരീങ്ങളുടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഉള്ള ഒരു വ്യാഖ്യാനം വന്നത്. അതേസമയം ഈജിപ്തിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് ഇസ്രായേലരുടെ കൂടെ മൂസയുടെ കൂടെ വന്ന ആളുമാണ് എന്ന അഭിപ്രായവുമുണ്ട്. എന്തായാലും ബൈബിളിന് വിരുദ്ധമായിട്ട് ഖുർആൻ പറയുന്നു, ഹാറൂൻ അല്ല ചെയ്തത്, സാമിരിയാണത് ചെയ്തത് എന്നാണ്. അങ്ങനെ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അവർ കാളക്കുട്ടിയെ ദൈവമായിട്ട് സ്വീകരിച്ചു മൂസ ഇല്ലാത്ത സമയത്ത്. അല്ലാഹു പറയുന്നു, നിങ്ങൾ ഇത്തഖത്തുമുൽ ഇജ്ല മിൻ ബഅദിഹി, അദ്ദേഹത്തിന് ശേഷം മൂസ പോയപ്പോൾ നിങ്ങളൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി നിങ്ങൾ അക്രമികാരികളായി തീർന്നു. പക്ഷേ സുമ്മ അഫൗന അങ്കും, അവൻ നിങ്ങൾക്ക് പുറത്തു തന്നു. മിൻ ബഅദി ദാലിക്, അതിനുശേഷം ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായി മാറാൻ വേണ്ടിയിട്ട്.
അതിൻ്റെ വിശദാംശമാണ് പിന്നീട് വരുന്ന 2 ആയത്തിൽ കൂടി പറയുന്നത്. വഇദ് ആതൈനാ മൂസൽ കിതാബ വൽ ഫുർഖാന ലഅല്ലക്കും തഹ്തദൂൻ. മൂസാക്ക് നാം അൽ കിതാബ് നൽകി. അൽ കിതാബ് എന്ന് ഉദ്ദേശിച്ചത് തോറയിലെ പ്രധാന ഏതോ ഭാഗം നൽകി മൂസാക്ക്. വൽ ഫുർഖാന, ഫുർഖാൻ നൽകി. അൽ കിതാബിൻ്റെ ബദൽ അല്ലെങ്കിൽ അതിൻ്റെ തഫ്സീറാണ് വൽ ഫുർഖാൻ എന്ന് പറയപ്പെടുന്നു. അല്ല, കിതാബിൻ്റെ ഒരു പ്രത്യേക ആസ്പെക്റ്റ് പറഞ്ഞതാണ് എന്നും പറയുന്നു. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ ഫറക്ക് അഥവാ തരംതിരിക്കുന്ന, ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ഒന്ന്, ശരിയും തെറ്റും പറഞ്ഞു തരുന്ന, ഡിസ്റ്റിങ്ഷൻ ഉണ്ടാക്കുന്ന എന്തോ ഒന്ന്, ഒരു വിവേചനത്തിൻ്റെ ഒരു മാനദണ്ഡം. അപ്പോൾ കിതാബിൻ്റെ ഒരു സ്പെഷ്യൽ ആസ്പെക്റ്റ് പറഞ്ഞതാണ് എന്ന് പറയുന്നു. കിതാബ് നൽകി അഥവാ ഫുർഖാൻ നൽകി. ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ ഹിദായത്ത് പ്രാപിക്കുന്നവരായേക്കാം, ഹിദായത്തിലേക്ക് വന്നേക്കാം. അപ്പോൾ മൂസാക്ക് 40 നാൾ വാഗ്ദാനം ചെയ്തു. മൂസാക്ക് കിതാബ് നൽകി അഥവാ ഫുർഖാൻ നൽകി, അല്ലെങ്കിൽ കിതാബും നൽകി. ആ കിതാബ് അപ്ലൈ ചെയ്യാനുള്ള ചില മാനദണ്ഡങ്ങളും നൽകി. അങ്ങനെ മൂസ ഇത് കാല മൂസ ലി ഖൗമി, തൻ്റെ ജനത്തോട് വന്ന് പറഞ്ഞു. ജനങ്ങൾ കാളക്കുട്ടിയെ ഉണ്ടാക്കി വഴിതെറ്റിപ്പോയി. ആ സംഭവം സൂറത്ത് ത്വാഹയിലും മറ്റും വിവരിക്കുന്നുണ്ട്, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വിവരിക്കുന്നുണ്ട്. അപ്പോൾ മൂസ പറയുന്നു, യാ ഖൗമി ഇന്നക്കും ലലംതും അൻഫുസക്കും ബിത്തിഹാദിക്കുമുൽ ഇജ്ൽ, കാളക്കുട്ടിയെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് അക്രമം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഫതൂബു ഇലാ ബാരിഇക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങണം. ഫഖ്തുലു അൻഫുസക്കും, അഥവാ നിങ്ങൾ മടങ്ങുന്നില്ലെങ്കിൽ ഉഖ്തുലു അൻഫുസക്കും, മടങ്ങാത്ത ആളുകളെ, നിങ്ങളുടെ കൂട്ടത്തിൽ മടങ്ങാത്ത ആളുകളെ നിങ്ങൾ കൊല്ലണം. ദാലിക്കും ഖൈറുല്ലക്കും ഇൻദ ബാരിക്കും, അതാണ് നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് ഉത്തമമായത് എന്ന് പറഞ്ഞപ്പോൾ ഫതാബ അലൈക്കും, അള്ളാഹു അവരുടെ തൗബ സ്വീകരിച്ചു. അഥവാ അവർ തൗബ ചെയ്തു, അവർ ഖേദിച്ച് മടങ്ങി. അപ്പോൾ അള്ളാഹു അവരുടെ തൗബ സ്വീകരിച്ചു. ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, അവൻ ഏറ്റവും തവ്വാബാണ്, റഹീമായ തവ്വാബാണ്, കാരുണ്യമുള്ള തവ്വാബാണ്. ഇതിനെക്കുറിച്ച് മറ്റ് സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. അവരുടെ തൗബയെക്കുറിച്ച് പറയുന്നുണ്ട് സൂറ അറാഫിൽ. വലമ്മാ സുഖിത ഫി ഐദീഹിം വറഔ അന്നഹും ഖദ് ലല്ലു, അവർക്ക് മനസ്സിലായപ്പോൾ, അവർ വഴിതെറ്റിയെന്നവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ, അവർക്ക് സങ്കടം വന്നപ്പോൾ അവർ പറഞ്ഞു, ലൈല്ലം യർഹംന റബ്ബുന, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോട് കാരുണ്യം ചെയ്തിട്ടില്ലെങ്കിൽ, വയഗ്ഫിർ ലന, ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും എന്നവർ ഖേദിച്ച് മടങ്ങി. അപ്പോൾ അവരിൽ നല്ല പക്ഷം ആളുകളും നല്ല രീതിയിൽ മടങ്ങി വന്നു. ആരും ആ ദൈവത്തിൻ്റെ ആളുകളായിട്ടൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടായി പോയില്ല. അങ്ങനെ പോയിരുന്നെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ കൊന്നുകളയാനാണ് മൂസ അലൈഹിസ്സലാം പറഞ്ഞത്. അതുതന്നെയാണ് തോറയുടെ നിയമവും. ഏതെങ്കിലും മറ്റൊരു ദൈവത്തെ സ്വീകരിച്ച് കമ്മ്യൂണിറ്റിയിൽ നിന്ന് മറ്റൊരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടായി പോയി കഴിഞ്ഞാൽ അവരെയൊക്കെ കൊന്നുകളയാനാണ്. അപ്പോൾ 2 പ്രത്യേക കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഫിർഔൻ്റെ അടുത്ത് നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. രണ്ടാമത്തെ, മൂസാക്ക് കിതാബ് നൽകിയതും വലിയൊരു നിഅമത്താണ്. പക്ഷേ നിങ്ങൾ കാളക്കുട്ടിയെ ഉണ്ടാക്കിയ സമയത്ത് അവൻ നിങ്ങൾക്ക് പുറത്തു തന്നു, നിങ്ങളുടെ തൗബ അവൻ സ്വീകരിച്ചു, നിങ്ങളോട് കാരുണ്യം ചെയ്തു എന്നാണ്. തുടർന്ന് വരുന്ന ഭാഗം നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.